ഡോക്ടറെ നമ്മൾ വജൈനസ്മസ് ടോപ്പിക് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചാർട്ടൊക്കെ എടുത്തു വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ അതെ, ഇത് ഒരു ആശുപത്രി ഫീലുണ്ടല്ലോ. അല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ സയൻസ് നമ്മൾ എന്തോരം കേട്ടിരിക്കും, അപ്പം നമുക്ക് ബോറടിക്കും. അപ്പം ഞാൻ ആക്ച്വൽ പേഷ്യൻ്റ് ഹിസ്റ്ററി ആയിട്ട് പറയുമ്പോൾ നമുക്ക് അതിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ മനസ്സിലാവും. അപ്പോൾ വജൈനസ്മസ് ആണ് ടോപ്പിക്ക്. അതായത് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന, അതായത് സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പെയിൻ, ഡിസ്പറോണിയ, വജൈനസ്മസ്, ഇതൊക്കെ സെയിം സാധനങ്ങളാണ്. നമുക്ക് ചാർട്ടിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം ഓരോന്ന്. ഓക്കെ, അപ്പോൾ ഈ പേഷ്യൻ്റ് 29 വയസ്സ്. ബൈ ദ വേ, ഞാൻ ആരുടെയും പേരും വിവരമൊന്നും ഇതിൽ പറയില്ല, 100% കോൺഫിഡൻഷ്യലാണ്. ഇതൊരു IT കപ്പിളാണ്. വൈഫിന് 29 വയസ്സ്. ബന്ധപ്പെടുമ്പോൾ പെയിൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞാണ് ഇവർ വരുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായി, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അവർക്ക് നമ്മൾ പരിശോധിച്ചാൽ ഞാൻ കീ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം പറയാം. മിക്കവാറും നമ്മൾ പ്രൊസീജിയർ ചെയ്ത് കൗൺസിലിംഗ് ചെയ്ത് കറക്റ്റ് ചെയ്ത കേസാണ്. കീ ഫീച്ചർ ഈ പെർട്ടിക്കുലർ ഇതിൽ ഈ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടിയെ പോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ കുറേ പേഷ്യനെ കാണാറുണ്ട്. അതായത് ഇവർ ഇൻഫൻറ്റൈൽ എന്ന് പറയും മെഡിക്കൽ ഭാഷയിൽ. ഇവർക്ക് 29 വയസ്സ് 35 ആയാലും പലരും കൊച്ചുകുട്ടികൾ, സ്കൂൾ കുട്ടികൾ പോലെ ഇരിക്കും. അവർ വളർന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഹോർമോൺ കൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ഓവുലേഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ തുടങ്ങുന്നതും. ഇപ്പം നമ്മൾ അഡൾട്ട് ലുക്ക് വരുന്നത് ഹോർമോൺസിൻ്റെ എഫക്റ്റാണ്. ആ ഹോർമോൺ കറക്റ്റ് അല്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ പ്രശ്നമുണ്ട്. അവരിങ്ങനെ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഇതിനെ നമ്മൾ പ്രൊസീജിയർ ചെയ്ത് കറക്റ്റ് ചെയ്തു. പ്ലസ് അതിൻ്റെ കൂടെ അവർ വളരാനായിട്ടുള്ള ഹോർമോൺ കൂടെ കൊടുക്കുമ്പോഴാണ് അവരുടെ പ്രശ്നം കറക്റ്റാണ് സോൾവ് ആവുന്നത്. എന്നുവെച്ചാൽ അവർ നല്ല ജോലിയൊക്കെ ഉള്ള സൈക്കോളജിക്കലി നോർമൽ ആൾക്കാരാണ്. ഓൺലി തിങ് അവർ മെച്യൂരിറ്റി വന്നിട്ടില്ല. ഇത് ഡോക്ടറാണ്, 30 years. ഇത് ആക്ച്വലി ഇതൊരു ഗൈനക്കോളജിസ്റ്റ് ഫ്രം ട്രിവാൻഡ്രം എഴുതിയേക്കണേ. അപ്പോൾ ഇവർക്ക് 30 വയസ്സായി, കല്യാണം കഴിച്ച 4 വർഷമായിട്ട് ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല വേദന കാരണം. അപ്പോൾ ഇവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിൻലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഫെൻഡൻസ്. അതായത് നമ്മൾ ഹൈമനെക്ടമി ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാൻ ബോട്ടോക്സ് കുത്തുന്ന പ്രൊസീജിയറാണ് ചെയ്യുന്നത്. പ്ലസ് മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ നമ്മൾ കൗൺസിലിംഗ് ആണ്, സെക്സ് തെറാപ്പിയും കൗൺസിലിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് IT BM PFE ബ്ലാ ബ്ലാ. അതായത് IT എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസി തെറാപ്പി, സെൻസേറ്റ് ഫോക്കസ്, അതാണ്. BM എന്ന് പറഞ്ഞാൽ ബ്രീതിങ് ആൻഡ് മെഡിറ്റേഷൻ. ഇവർക്ക് ആങ്സൈറ്റി ഫിയർ ഉണ്ട്. PFE പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ. അപ്പോൾ ഇങ്ങനെ പല ഫോമാറ്റുകളായിട്ടാണ് നമ്മളിവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ BM ഇപ്പോൾ ബ്രീതിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം ബ്രീതിങ് ടെക്നിക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ആങ്സൈറ്റിക്ക് ബ്രീതിങ് ടെക്നീക്സും ഈ മെഡിറ്റേഷനും വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പം മെഡിറ്റേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഇവർക്ക് ആക്ച്വലി ഇവിടെ പല ട്രെയിനേഴ്സ് ഉണ്ട് കൗൺസിലേഴ്സിൽ. അതിൽ ഈ ബ്രീതിങ് പഠിപ്പിക്കുന്ന യോഗ തെറാപ്പിസ്റ്റുകളുണ്ട്, മെഡിറ്റേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്, പിന്നെ ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ട്. PFE എന്ന് പറഞ്ഞാൽ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ. അപ്പോൾ ഈ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഈ ഹിപ്പ് ഇങ്ങനെ ഒരു ടൈറ്റായിട്ട് പിടിക്കുന്ന കാരണമാണ്. അപ്പോൾ ഈ ഹിപ്പ് ഓപ്പൺ ആവണം. ഈ മസിൽസ് ഒക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കും ഫിയറും ആങ്സൈറ്റിയും കാരണം. അപ്പോൾ ഇത് പെൽവിസ് ഓപ്പൺ ആവുമ്പോൾ കുറച്ച് വെജൈന റിലാക്സേഷൻ ആവുമ്പോൾ പെൻട്രേഷന് പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് സ്പെസിഫിക് ഉണ്ട്. അത് നമ്മൾ സാധാരണ എക്സസൈസുകളല്ല. ഒരു സീക്വൻസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ പല പല മൂവ്മെൻറ്റ് ചെയ്ത് പെൽവിസ് ഓപ്പൺ ആവുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഹിപ്പിൻ്റെ മാത്രം ഈ ട്വർക്കിംഗ് എന്ന് പറയുന്ന പല ടൈപ്പ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അത് സൈഡ് ടു സൈഡ് ഉണ്ട്, ഫ്രണ്ട് ടു ബാക്ക് ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്, കിട്ടും ട്വർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, വൈനിങ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് പെൽവിസ് ഓപ്പൺ ചെയ്യാനുള്ളത് ചിലത് യോഗയുടെ ചിലത് അല്ലാത്തതുണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പം അവർ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറും അവരുടെ ആ സൈക്കോളജിക്കലായിട്ടുള്ള തെറാപ്പി ഇതും കൂടെ ആകുമ്പം അവർക്ക് ഈ പെയിൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പെൽവിക് റിലാക്സേഷൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല, അവരുടെ ആ സെക്ഷുവൽ പ്ലഷർ അവരുടെ ആക്ച്വലി കൂടും. കാരണം പെൽവിക് മസിൽസ് ആണല്ലോ ഇത് ആക്ടിവേറ്റ് ആവുന്നത്. അത് നന്നായിട്ട് വർക്ക് ആവും. സെക്ഷുവൽ ഹെൽത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ പ്രഗ്നൻസിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെലിവറിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പെൽവിക് ഹെൽത്തിന്, അതായത് ഓരോരുത്തർ ഡെലിവറി ചെയ്യുമ്പോൾ ഇതിങ്ങനെ തൂങ്ങിപ്പോവും മസിൽസൊക്കെ. പക്ഷേ ഈ എക്സസൈസുകൾ ഏതാ മസിൽസ് സ്ട്രോങ് ആയിരിക്കും. കീഗൽസ് എക്സസൈസ് വേറെ, ഇത് വേറെ. ഇത് ടോട്ടലി ഡിഫറെൻറ്റാണ്. കീഗൽസ് സെപ്പറേറ്റ് ആണ്. പിന്നെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ലോങ് ഫോർ പ്ലേ സെക്ഷൽ എഡ്യൂക്കേഷൻ ടു ഹസ്ബൻഡ് എഴുതിയിട്ടുണ്ട്, സെക്ഷൽ എഡ്യൂക്കേഷൻ ടു വൈഫ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഡോക്ടർ കപ്പിൾ ആയതുകൊണ്ടായിരിക്കും അവർക്ക്
സമയമില്ല ഒന്നിനും, ഫോർ പ്ലേ ഒട്ടുമില്ല. അപ്പോൾ അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. ഈ സ്ത്രീകൾക്ക് ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫാസ്റ്റായിട്ട് പെനിട്രേഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവർക്ക് ലൂബ്രിക്കേഷൻ ഇല്ലാന്ന് കംപ്ലയിൻറ്റ് പറയും. പ്രോപ്പറായിട്ടുള്ള ഒരു അറൗസൽ വന്ന് കുറേ നേരം ഫോർ പ്ലേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടായിട്ട് പിന്നെ പെനിട്രേഷൻ വരുവാണെങ്കിൽ അവർക്ക് ആ പെയിൻ്റെ എലമെൻറ്റ് കുറയും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സെക്സ് തെറാപ്പിയിൽ ഹസ്ബൻഡുമാർക്ക് വളരെ വിശദമായിട്ട് സെക്ഷുവൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിൻ്റെ സ്റ്റേജസ്, ടൈം എടുക്കേണ്ടത്, എന്ത് പൊസിഷൻസ് ആണ് ഇതിന് വേണ്ടത്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും സെക്ഷുവൽ എഡ്യൂക്കേഷനിൽ അനാറ്റമി പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ ഈ ക്ലിറ്റോറിസിൻ്റെ അനാറ്റമി ഗൈനക്കോളജിസ്റ്റിന് പോലും പഠിപ്പിക്കേണ്ടി വന്നു. കാരണം നമ്മളിത് ബേസിക്കലി മെഡിക്കൽ കോളേജിലും PG മെഡിസിൻ PG അല്ലെങ്കിൽ OBG നമ്മൾ ഗൈനക്ക് PG ചെയ്യുമ്പോഴൊന്നും ഇതൊന്നും അത്ര വിശദമായിട്ട് പഠിപ്പിക്കുന്നില്ല. ക്ലിറ്റോറിസിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ഈ പുറത്തൊരു ബട്ടൺ ലൈക്ക് ഇച്ചിരി നമ്മളത് പല ഇതിലും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന അവയവത്തിൻ്റെ സ്ട്രക്ചർ പുരുഷന്മാരിൽ പെനിസ് ഉള്ള പോലെ തന്നെ വളരെ വലുതാണ്. അതിനൊരു ഷാഫ്റ്റ് ഉണ്ട് അകത്ത്, പിന്നെ 2 റൂട്ട് കൊമ്പ് പോലെ ക്രൂറ എന്ന് പറയുന്നതുണ്ട്, 2 ബൾബ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഈ ലേബി അല്ലെങ്കിൽ വൾവ എന്ന് പറയുന്ന താഴെ വരെ ബൾബ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലിറ്റോറിസ് മാത്രമല്ല, ഈ താഴേക്ക് വരുന്ന സ്ട്രക്ചേഴ്സും സെൻസിറ്റീവാണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ സ്കിൻ ഉണ്ടല്ലോ, ക്ലിറ്റോറിസ് പുറത്താണ്. അപ്പോൾ ഡയറക്റ്റ്ലി ചെയ്യുമ്പോൾ മേ ബി ഫുള്ളി അറൗസ്ഡ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവും ക്ലിറ്ററസിൽ. പക്ഷേ ഈ ഇതിൻ്റെ മുകളിൽ സ്കിന്നുള്ളത് കൊണ്ട് അവർക്ക് സെൻസേഷൻ കിട്ടും, പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ പുരുഷന്മാരെ നമ്മൾ ആക്ച്വലി പഠിപ്പിച്ചു കൊടുക്കണം, ഈ ഏരിയ ആണ് അവർക്ക് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത്. ഓർഗാസം എത്താറാകുമ്പോഴത്തേക്കും ക്ലിറ്ററസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് നേരത്തെ ചെയ്താൽ കൂടുതൽ ടൈം ചെയ്താൽ പെയിൻ ഉണ്ടാവും, ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിലും പെയിൻ ഉണ്ടാവും. അപ്പോൾ ആ അനാറ്റമി, ബേസിക് ആയിട്ടുള്ള ആ അനാറ്റമി തന്നെ നമ്മളിപ്പം ആസ് ഐ സെഡ് ഗൈനക്കോളജിസ്റ്റിന് ഡോക്ടർ കപ്പിളിനും പഠിപ്പിച്ചു. ഇത് ഒരു പേഷ്യൻ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് ഡോക്ടർ കപ്പിളിനെ നമ്മൾ ട്രീറ്റ് ചെയ്തതിൽ പിന്നെ ചിലത് വേറെ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ലൈക്ക് ഓർത്തോ ഒക്കെ പലരും വന്നിട്ടുണ്ട്, പീഡിയാട്രിക്സ് ഒക്കെ. അവർക്ക് ആക്ച്വൽ അനാറ്റമി, ഫീമെയിൽ അനാറ്റമി മിക്കവർക്കും പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷെ കോമൺ ആളുകൾക്ക് പലർക്കും അനാറ്റമി അതിലും ബെറ്ററായിട്ട് അറിയാം. ബട്ട് അതാണ് നമ്മുടെ ഐ വുഡ് സേ ലാക്ക് ഇൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഇതിനെ നമ്മൾ മോശമായിട്ട് കാണാം, അല്ലേ? അപ്പൊ ആ പാട്ട് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളിലും കോളേജിലും ഒക്കെ? അത് പിന്നെ പണ്ടാണ്, ഇപ്പോഴത്തെ എനിക്കറിയാൻ പാടില്ല. ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴും അത്ര വിശദമായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ല. പിന്നെ ആളുകൾക്ക് കിട്ടുന്നത് റോങ് സ്ഥലത്തു നിന്നാണ് ഇൻഫർമേഷൻ. അത് കറക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അനാറ്റമി ഒന്നും ഈ ഇപ്പം ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്നും പോൺ കണ്ടാലൊന്നും ആർക്കും മനസ്സിലാവില്ല. അതിനകത്ത് പലപ്പോഴും റോങ് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്തപ്പോൾ ഒരു റൊമാൻറ്റിക് റോംകോം നോവൽ വാങ്ങിച്ച് വായിക്കുമായിരുന്നു. അപ്പോൾ പണ്ടും വായിക്കുമായിരുന്നു, അധികം വായിച്ചിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ പണ്ടത്തെ ഒരു ഇതല്ല ഇപ്പോൾ ആദ്യത്തെ സെക്സ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മൊത്തം ഡയറക്റ്റ്ലി തന്നെ അഡ്വാൻസ് സാധനങ്ങളിൽ പോകണം. പണ്ടത്തെ നോവലിലൊക്കെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല, ടച്ചും കിസ്സിങ് ഹഗ്ഗിങ്. ഇപ്പം നേരെ അതിനകത്ത് എഴുതിയേക്കണം ഓറലോ അത്. അപ്പോൾ ഞാൻ ഓർത്തു, വെയിറ്റ്, വാട്ട് ഈസ് ദിസ്? ലൈക്ക് ഒരു യങ് ആൾക്കാരുടെ ഇതിൽ അങ്ങനെയല്ല. എന്ത് കാര്യമായാലും സെക്ഷുവാലിറ്റി ആയാലും സ്റ്റെപ്പ് കയറണ പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നോവൽറ്റി ഇല്ല, ഒന്നുമില്ല. അങ്ങേറ്റം ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നുമില്ല. പിന്നെ അത് പലർക്കും പെയിൻഫുള്ളും ആയിരിക്കും. അപ്പോൾ ഒരു റോങ് സ്റ്റെപ്പ് ഏറ്റവും മുകളിൽ കയറുമ്പോൾ തലകുത്തി വീഴും ചിലപ്പോൾ. ആ ഒരു സ്റ്റേജാണ് അതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നണം. ക്ഷമയില്ല ഇപ്പം അവർക്കും, അല്ലേ? ക്ഷമയില്ല. പിന്നെ പ്ലസ് സെക്ഷുവാലിറ്റി റൊമാൻസും കുറഞ്ഞു, അല്ലേ? ആൾക്കാർ പഞ്ചാരടിക്കും റൊമാൻസ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഇല്ലല്ലോ. എല്ലാവരും ഫോണൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങനെ ഇരിക്കുകയല്ലേ ചെയ്യണേ. അതാണല്ലോ പേഷ്യൻ്റൊക്കെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം അടുത്ത കേസ്, ഈ കേസ് 24 വയസ്സ്, ബന്ധപ്പെടുമ്പോൾ വേദന എന്നും പറഞ്ഞു, സെയിം ആട്ടോ എല്ലാം. അവർക്ക് PCOS ഉണ്ട്, സിവിയർ സൈക്കോളജിക്കൽ സിംറ്റംസ്, സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്, ഡിപ്രഷന് ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് പുറത്താണ്, പക്ഷെ ആൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അയാൾ അബ്യൂസീവാണ്, അതായത് നല്ല രീതിയിൽ ഉപദ്രവിക്കുമെന്നാണ് ഇതിനകത്ത് ഹിസ്റ്ററി പറഞ്ഞേക്കണേ. അയാൾ പോൺ അഡിക്ഷൻ ഉണ്ട്. ഇതൊന്നും പോരാത്തതിന് ഇവർക്ക് ചിലപ്പോൾ ഇനി ഡിപ്രഷൻ്റെയും സൂയിസൈഡൽ ടെൻഡൻസിയുടെയും കാരണം ഇതായിരിക്കും. ഭർത്താവ് പുറത്താണ്, സെക്ഷൽ ഹരാസ്മെൻറ്റ് ഫ്രം ബ്രദർ ഇൻ ലോ. അയ്യോ, ഭർത്താവ് തല്ലണ ആള്, ബ്രദർ ഇൻ ലോ ഉപദ്രവിക്കുന്ന ആള്. പിന്നെ ഇവർക്ക് എങ്ങനെ PCOD ഇവർക്കുണ്ട്, ഇവർക്ക് ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ട്, അതും അവർ ഫോഴ്സ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഇത് മൊത്തത്തിൽ
ഇതെല്ലാം കൂടെ ഇവർക്ക് ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസിയുടെ കാരണം മിക്കവാറും PCOS മാത്രമായിരിക്കില്ല, സർക്കംസ്റ്റാൻഷ്യലും കൂടെ ആയിരിക്കും. ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. കാരണം നമുക്ക് പേഷ്യനെ നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. കുറേ ഫാക്ടേഴ്സ് വന്നു ഇതിൽ. ഇത് അത്ര റെയറല്ല, ഭയങ്കര കോമണാണ്. എന്തോരോന്ന് വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയും. അപ്പം ഞാൻ കുറച്ചെണ്ണൊക്കെ പറയാം. ബിക്കോസ് ലൈഫ് പലരുടെയും ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആക്ച്വലി. അത് നമ്മൾ ഡീറ്റെയിൽ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഇത് പുറത്ത് വരുള്ളൂ. നമ്മൾ വെറുതെ പ്രശ്നമായിട്ട് വന്ന് മരുന്ന് എഴുതി വിടുമ്പോൾ ഇത് പുറത്ത് വരില്ല. നമ്മൾ കൗൺസിലേഴ്സ് ഹിസ്റ്ററി എടുത്ത് ഇവരെ ഇവാലുവേഷൻ ചെയ്യുന്നത് കാരണമാണ് ഇത് പുറത്ത് വരണത്. ഞാൻ കാണുന്നതിന് മുമ്പ് 4 പേര് കണ്ടിട്ടാണ് ഞാൻ പേഷ്യനെ കാണുന്നത്. ഹിസ്റ്ററി എടുക്കും, മെയിൽ ഗൈനക്ക് കാണും, ഫീമെയിൽ ഗൈനക്ക് കാണും, മെയിൽ സൈക്കോളജിസ്റ്റ് കാണും, അപ്പോൾ എനിക്ക് വിശദമായിട്ടൊരു ഡീറ്റെയിൽ കിട്ടും. അതാ അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കൗൺസിലിംഗ് 4 months ഇവർക്ക് കൊടുത്തു, ഭർത്താവിനും ഭാര്യയ്ക്കും കൊടുത്തു. ഭർത്താവിന് കുറച്ചൊരു റിയലൈസേഷൻ വന്നു. ഹസ്ബൻഡ് ഷിഫ്റ്റഡ് ജോബ്, ബോത്ത് ട്രീറ്റ്മെൻറ്റ് ടുഗെദർ, സ്റ്റേ ഹോസ്പിറ്റൽ 2 weeks. അവർ രണ്ടാളും കൂടെ ആശുപത്രിയിൽ 2 ആഴ്ച നിന്നു. ഇയാൾ നിന്നു, അയാൾ ജോലി മാറി, അയാൾ നാട്ടിൽ വന്നു, ഫെൻഡൻസ് പ്രൊസീജിയർ ചെയ്തു, സെക്സ് ടിക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ശരിയായി, ബോത്ത് ടുഗെദർ ആൻഡ് ഹാപ്പി നൗ. ഹസ്ബൻഡ് ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൈഫ് ആഫ്റ്റർ പോൺ ഡി അഡിക്ഷൻ ഫോർ 4 months. അയാളുടെ പോൺ ഡി അഡിക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ വൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു, അവരോട് കെയറിങ് ആയി, അവരെ ദേഷ്യം വരാതായി, അബ്യൂസീവ് അല്ല. അപ്പം പോൺ അഡിക്ഷനിൽ വേറൊരു ഇതിൽ പറയുന്നുണ്ട് അഗ്രഷൻ. അതായത് അതിനകത്ത് പലപ്പോഴും ഈ ഡോമിനൻ്റ് ഇത് കാണിക്കുമ്പോഴാണെന്നുകൊണ്ട് ഇവർ അഗ്രസീവ് ആവും. പ്രത്യേകിച്ച് ഇവർക്ക് സെക്സ് കിട്ടുന്നില്ലല്ലോ, ഇതിൽ വൈഫ് വേദന കാരണം സഹകരിക്കുന്നില്ലല്ലോ. പിന്നെ ഇവർക്ക് ഡിപ്രഷനുണ്ട്, ഇവർ ബ്രദർ ഉപദ്രവിക്കണ ഇതൊക്കെ ലൈക്ക് എല്ലാം ഒന്നും ഭർത്താവിനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ഇത് പോൺ ഡി അഡിക്ഷൻ ചെയ്തോടുകൂടി ആ പ്രശ്നം, ഇവരുടെ ഫെൻഡൻസും ചെയ്തോടെ പ്രശ്നം മാറി. അയ്യോ എന്തൊക്കെ കഥകളാണ് ഇത്. 29 years വജാനിസ്മസ് ബന്ധപ്പെടുമ്പോൾ വേദന, ഹസ്ബൻഡ് പുറത്ത്. ഇവർക്ക് ഓൾറെഡി നമ്മുടെ അടുത്ത് വന്നപ്പോൾ 29 വയസ്സുള്ളൂ, ഭർത്താവ് പുറത്താണ്. വന്നപ്പോൾ ഒരു പ്രാവശ്യം അവർ IVF ചെയ്ത് ഫെയിലായിട്ടാണ് വരണേ. ഇതുവരെ അവർ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് അങ്ങനത്തെ കുറേ കപ്പിളിനെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളില്ല എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ നേരെ IVF ചെയ്യുക, അത് ഫെയിൽ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ, അത് ശരിയാക്കുകയാണല്ലോ വേണ്ടത് ഡയറക്റ്റ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ആക്ച്വലി സ്ട്രോങ് ഡിസഗ്രിമെൻ്റ് ഉണ്ട്. ആ മോഡ് ഓഫ് ഇത് ദേ ഷുഡ് ഹാവ് എ ട്രീറ്റ്മെൻറ്റ് ടു കറക്റ്റ് ദിസ്. നാച്ചുറലി പറ്റിയിട്ട് ഫെയിൽ ആകുമ്പോഴാണ് IVFയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ബീജം ഇല്ലാത്ത അവസ്ഥയിലോ അങ്ങനെ വല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഹസ്ബൻഡിന് പോൺ അഡിക്ഷൻ എഴുതിയിട്ടുണ്ട്, ഡി അഡിക്ഷൻ ചെയ്തു, സെക്സ് എഡ്യൂക്കേഷൻ ചെയ്തു, ബാക്കി കമ്പൈൻഡ് തെറാപ്പികളെല്ലാം ചെയ്തു, ഇവരുടെ കറക്റ്റാണെന്ന് എഴുതിയിട്ടുണ്ട്. സോ അതൊക്കെ ഇത് ഡോക്ടറിന് എഴുതിയിട്ടുണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നമ്മൾ PCOSന്റെ എപ്പിസോഡ് ചെയ്തു. അപ്പോൾ PCOSലും ലേഡീസിന് PCOS വന്നു കഴിയുമ്പോൾ ഹസ്ബൻഡ് പോണിലോട്ട് പോകും, വജൈനസ് വന്നാലും പോണിലോട്ട് പോകും. ബന്ധപ്പെടാൻ പറ്റാണ്ടാവുമ്പം ഇവര് ഭാര്യനെ വേദനിപ്പിക്കാതിരിക്കാൻ പതുക്കെ മറ്റേതിലേക്ക് പോകും. അപ്പം അവിടെയാണ് പ്രശ്നം. ഒരു തമാശ ഉണ്ടായി, എന്നാളൊരു പേഷ്യൻറ്റിനെ നമ്മൾ കൗൺസിൽ ചെയ്ത് ഇത് മറ്റേ പറയും. അപ്പോൾ ഭാര്യ തന്നെ പറഞ്ഞു അത്ര ഇത് ചെയ്യാം, കാരണം അവർക്ക് വേദനയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ മാസ്റ്റുബേഷൻ ചെയ്താൽ മതിയല്ലോ, പോൺ ഇത് ചെയ്യണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു പോൺ ഇല്ലാണ്ട് മാസ്റ്റുബേഷൻ ചെയ്യാൻ പറ്റുമോയെന്ന് ആൾ ചോദിച്ച ചോദ്യമാണ്. 35 വയസ്സായ മനുഷ്യൻ ചോദിക്കുവാണ് പോണില്ലാതെ അപ്പോൾ മനുഷ്യർക്ക് അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ട്, ലൈക്ക് അതായത് പോൺ ഇല്ലാണ്ട് മാസ്റ്റുബേഷൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് പലരുടെയും സംശയം. അപ്പോൾ പണ്ട് എവിടെ പോൺ ഉണ്ടായിരുന്നേ? അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഒരു സ്ട്രോങ് തെറ്റിദ്ധാരണയാണ്. ഫാൻറ്റസി, തോട്ട്, ക്രിയേറ്റിവിറ്റി, ബ്രെയിൻ്റെ ഒക്കെ മൊത്തം പോയി. അങ്ങനെ സാധനമില്ല. എന്തുണ്ടെങ്കിലും ChatGPTനോട് ചോദിക്കാം, ബ്രെയിൻ ഉപയോഗിക്കണ്ട. ഇച്ചിരി കഴിയുമ്പോൾ ബ്രെയിൻ ചുരുങ്ങും, ഒന്നിനും കൊള്ളില്ലാണ്ടാവും. ഓക്കെ, ChatGPT യൂസ് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമ്മുടെ ബ്രെയിൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിക്കണം, അറ്റ്ലീസ്റ്റ് ബയോളജിക്കൽ പർപ്പസിന് ഉപയോഗിക്കണം. ഇതൊരു ഡോക്ടർ കപ്പിളാണ്, UK വർക്ക് ചെയ്യുന്ന കപ്പിളാണ്. ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വന്നതാണ്. ഈ ലേഡിക്ക് ഇതിനകത്ത് PCOS എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാം ചുരുക്കി പറയുന്നത് കേട്ടോ. PCOSൽ ഈറ്റിംഗ് ഡിസോർഡർ, സ്ലീപ്പിംഗ് ഡിസോർഡർ, ലെത്താർജി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർക്ക് ഉറക്കക്കുറവ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കേട്ടോ. സ്ലീപ്പും സെക്ഷൽ ഫങ്ഷനും കണക്റ്റഡ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും ഓർഗാസം സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ
ഉറക്കം നന്നായിട്ട് കിട്ടും. കാരണം ആ സമയത്ത് ഉണ്ടാവണ ഹോർമോണിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ ഉറക്കം നന്നായിട്ട് കിട്ടും. വേറൊരു സാധനം, ഉറക്കം ശരിക്കും ഇല്ലെങ്കിൽ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ, വൈകി ഉറങ്ങണവർ, കുറച്ച് ഉറങ്ങണവർ, സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഉറങ്ങാത്തവരുണ്ട്, അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. സൈക്ലിക്കല അതുണ്ടാക്കും. അതായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നതെന്ന് വെച്ചാൽ രണ്ടും ഇത് അതിനുണ്ടാക്കും, അത് ഇതിനുണ്ടാക്കും. അപ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് UK എന്ന് വന്ന കപ്പിൾ, അവർക്ക് നമ്മൾ വൈറ്റമിൻ D PCOSന്, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മെലറ്റോണിൻ അവരുടെ ഉറക്കം കറക്റ്റ് ചെയ്യാൻ, പ്രോബയോട്ടിക്സ്, കാരണം അവർക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിൽ കുറേ ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ. അത് മോശമാകുമ്പോൾ അത് PCOSനെ ഫീഡ് ചെയ്ത് വണ്ണം വെക്കലും പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനോറെക്സിയ, ബുളീമിയ അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അവർക്ക് പ്രോബയോട്ടിക്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ പേഷ്യൻറ്റിനും, കാര്യം PCOSന് കുറേ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിലും ഓരോരുത്തരും കുറച്ച് ഇൻഡിവിജ്വലൈസ് ചെയ്യണം. ടൈലർ മെയ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ആ വ്യക്തിക്കുള്ള പ്രശ്നങ്ങൾക്ക് സ്പെസിഫിക്കലി കൊടുക്കും. പക്ഷെ വൈറ്റമിൻ D ഒക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഇവർക്ക് കപ്പിൾ തെറാപ്പി കൊടുത്തു, കാരണം ഇവർക്ക് കുറച്ച് ഡിസ്കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഡോക്ടേഴ്സ് ആകുമ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഫുൾ ടൈം വർക്ക്. പിന്നെ അവർ കല്യാണം കഴിഞ്ഞിട്ട് PG ചെയ്യും. അപ്പോൾ രണ്ടാൾ രണ്ട് സ്ഥലത്തായിരിക്കും, 2-3 കൊല്ലം മാറിയിരിക്കും. അപ്പോൾ ഇവർക്ക് ഒരു കണക്ഷനും ഇല്ല പലർക്കും. അപ്പോൾ നമ്മൾ കാണുന്ന കുറേ ഡോക്ടർ കപ്പിളിനാണ് സിവിയർ പ്രോബ്ലം, കണക്ഷൻ ഒട്ടും ഇല്ലാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്ക് നമ്മൾ ഇതാണ് ചെയ്തത്. ആദ്യം ഓൺലൈനായിട്ട് കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് ഡയറക്റ്റ്ലി വന്ന് ഫെൻഡൻസ് ടിക്ക് ചെയ്തിട്ടുണ്ട്, SI ടിക്ക് ചെയ്തിട്ടുണ്ട്. SI എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ശരിയായി ടിക്ക് ചെയ്തിട്ടുണ്ട്. കണക്ഷനൊക്കെ വരുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു. ഇത്തിരി കഴിഞ്ഞ് പിന്നെയും അതായത് ജോലി എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ പങ്കാളിക്ക് ടൈം കൊടുക്കാൻ പറ്റണം. ഇത് US എന്ന് എഴുതിയിട്ടുണ്ട്. US അമേരിക്കയിൽ നിന്ന് വന്ന പേഷ്യൻറ്റ്, 37 years, സിവിയർ വെജൈനസ്മസ്. അവർക്ക് വെജൈനൽ ഫിഷർ ഹൈപ്പോപിഗ്മെൻറ്റേഷൻ. അതായത് ഈ അവിടെയൊക്കെ പൊട്ടലും ഉണ്ട് അവർക്ക് വെജൈനയുടെ ഭാഗത്ത്. പിന്നെ ഹൈപ്പോപിഗ്മെൻറ്റേഷൻ, അവിടെയൊക്കെ കളറ് മാറുന്നുണ്ട്, ചൊറിച്ചിൽ, വേദന, പുകച്ചിൽ. അപ്പോൾ ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ആ ഏരിയയിൽ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അഗ്രഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള വഴക്കായിരിക്കണം. അത് പുറത്തുള്ള കപ്പിളിന് ഇച്ചിരി കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത് ജനറലി. ഇവർക്ക് നമ്മൾ ഈ ഹൈമനെക്ടമി, ഫെൻഡൻസ് എന്ന് പറഞ്ഞ ഈ പ്രൊസീജിയർ ചെയ്യണതിൻ്റെ കൂടെ ബയോപ്സിയും കൂടെ എഴുതിയിട്ടുണ്ട്. കാരണം ഈ വൾവയ്ക്ക് എന്താ പ്രോബ്ലം എന്ന്. അതിൻ്റെ റിസൾട്ടിൽ ലൈക്കൻ സ്ക്ലിറോസിസ്, ഒരു ഓട്ടോഇമ്യൂൺ ഡിസോർഡറാണത്. അതുണ്ടെങ്കിൽ സ്കിൻ ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് എപ്പോഴും ഇൻഫെക്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്, ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ കേസിൽ നമ്മൾ മറ്റേ തെറാപ്പിയുടെയൊക്കെ കൂടെ സ്റ്റിറോയിഡ് ക്രീം കൊടുക്കേണ്ടി വന്നു, അതൊക്കെ ഹീൽ ചെയ്യാനായിട്ടും ഇത് ശരിയാവാനായിട്ടും. അപ്പോൾ പിന്നെ അവർക്ക് ആങ്കർ മാനേജ്മെൻറ്റ് ബോത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ആങ്കർ മാനേജ്മെൻറ്റ്. ബോറടിക്കണ്ട രാമന്? ഇല്ല, കഥയൊക്കെ കേട്ടോ ഓക്കെയാണ്. പക്ഷെ ഇത് പലരും ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വജൈനസ്മസ് നടക്കുന്നില്ല, അപ്പൊ ആങ്കർ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് കറക്റ്റാ. അതായത് ഭർത്താവിന് ദേഷ്യം വരും, പിന്നെ ഭാര്യയ്ക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്കും ദേഷ്യം വരും. അപ്പോൾ അവർക്ക് വഴക്ക് കൂടുതൽ. കറക്റ്റാ, പിൻ പോയിന്റ് ഡയഗ്നോസിസ്, സൂപ്പർ. പിന്നെ ഒരു പേഷ്യൻ്റ്, ഇത് 27 വയസ്സ്. ഇവർക്ക് വൈഫിന് നോ ഡിസയർ, നോ പ്ലഷർ, നോ ഓർഗാസം, പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ്. താല്പര്യവും ഇല്ല, അവർ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് പ്ലഷർ ഇല്ല, ഒന്നും ഫീൽ ചെയ്യുന്നില്ല, പച്ചവെള്ളം പോലെ. അങ്ങനത്തെ കുറേ കേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഓർഗാസം അവർക്ക് എന്ന് വെച്ചാൽ പെനിട്രേഷൻ്റെ ആവശ്യമില്ലല്ലോ, ഓർഗാസം അതും ഇല്ല. അപ്പോൾ ബന്ധപ്പെടലും ഇല്ല, ഇതൊന്നുമില്ല. പിന്നെ ലീൻ PCOS, അതായത് മെലിഞ്ഞ PCOS ഉണ്ട്. ഇവർക്ക് തീരെ വണ്ണവും കുറവാണ്, ശരീരത്തിൽ ഒട്ടും ഫാറ്റ് ഇല്ല, ബ്രസ്റ്റിൻ്റെ സൈസും തീരെ ഇല്ല. അപ്പോൾ ഇവർക്ക് ഈസ്ട്രജൻ പൊതുവെ ശരീരത്തിൽ ഉണ്ടായി കാണില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ന്യൂറോളജിക്കലി ഇതിനോട് അത്രയും പ്രശ്നം. PCOS ഉള്ളവർ ഒരുപാട് സ്ത്രീകളിൽ നമ്മൾ കാണുന്നതാണ്. അവർക്ക് ഡിസയർ കുറവ്, പ്ലഷർ കുറവ്, അല്ലെങ്കിൽ ഓർഗാസം ഇല്ല. അപ്പോൾ ഇതിൻ്റെ പല കോമ്പിനേഷൻ കാണുന്നുണ്ട്. ഇവർക്ക് ഇത് 3 ഉണ്ട്, ചിലവർക്ക് ഒരെണ്ണം മാത്രം ഉണ്ടാവില്ല. അങ്ങനെ അപ്പം ഇവർക്ക് കുറേ സെക്സ് തെറാപ്പി, പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ഈ പ്രൊസീജിയറും 1 മാസം നിർത്തിയിട്ട് പിന്നെ കുറേ കൗൺസിലിങ്ങും ഒക്കെ വേണ്ടി വന്നു. കാരണം ഇവരുടെ ഇതിനകത്ത് ഇവരെ ഒന്ന് എന്താ പറയുക, ഒരു വികാരം വരുത്തുക എളുപ്പമുള്ള കാര്യമല്ല, ഇല്ലാത്ത ന്യൂറോളജിക്കൽ കണക്ഷൻ വരുത്താൻ. ചില പേഷ്യൻറ്റിന് നമ്മൾ എത്ര ചെയ്താലും ബുദ്ധിമുട്ടാണ്,
ഒട്ടും ഇല്ലാതിരുന്നവർക്ക് ചൈൽഡ്ഹുഡ് ഇഷ്യൂ ഉണ്ടാവും. അപ്പം ഇവർക്ക് എഴുതിയേക്കണത് കൊടുത്തതിൽ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, സെക്സ് തെറാപ്പി, ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ് കറക്ഷൻ, സെക്സ് എഡ്യൂക്കേഷൻ, ഫെമിനിറ്റി ക്ലാസ്സസ്, വിഷ്വലൈസേഷൻ, അതായത് ഇവരെങ്ങനെ ഇമാജിൻ ചെയ്യിപ്പിക്കും, സെക്ഷുവലി ഇമാജിനേഷനും ഭർത്താവിനോടുള്ള ഒരു ഇതൊക്കെ വരുത്തിക്കും, സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഇതുണ്ട്. വിഷ്വലൈസേഷൻ, ഹിപ്നോസിസ്, സെൽഫ് എക്സ്പ്ലോറേഷൻ, മാസ്റ്റുബേഷൻ. അവരവരുടെ ശരീരത്തിന് നോക്കിയിട്ട് അവരിങ്ങനെ ഫീൽ ചെയ്യണം. അതായത് മറ്റേ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലായി എന്ന് വരില്ല പ്ലഷർ എന്താണെന്ന്. അപ്പോൾ അവർ സ്വയം ഒരിക്കലും ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആദ്യം പഠിപ്പിച്ചു. ഇത് നിങ്ങളുടെ അനാറ്റമി, ഇത് നിങ്ങൾ നോക്കണം, മിറർ വെച്ച് നോക്കണം, ടച്ച് ചെയ്യണം, ഓരോരോ ഡിഫറെൻറ്റ് മെറ്റീരിയൽ വെച്ച് ടച്ച് ചെയ്യണം. പിന്നെ ഇവരുടെ വേറൊരു സാധനം പ്രകൃതിയായിട്ട് ഇവർ ഇത് ചെയ്യാൻ നോക്കും. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നിർത്തുന്ന പേഷ്യൻറ്റിന് ഇവിടെ മരങ്ങളൊക്കെ ഏരിയയിൽ അവിടെ ഇരുന്ന് അവിടുത്തെ സ്വരങ്ങൾ ശ്രദ്ധിക്കുക, ചെടികൾ ശ്രദ്ധിക്കുക, ഇലകൾ ശ്രദ്ധിക്കുക, സെൻഷ്വാലിറ്റി, നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമ്മൾ ആ പ്രകൃതിയിൽ, അപ്പം നമ്മളുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് പുറത്ത് വരും. നമ്മൾ ഏത് നേരം ഫോൺ നോക്കിയിട്ട് നമ്മുടെ ആ സർക്യൂട്ട് മുഴുവൻ പോയി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെക്ഷൽ അബ്യൂസ് ഒക്കെ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് അടച്ചിടും അവർ. അപ്പോൾ ഇതിലേക്ക് പ്രകൃതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ചെരുപ്പില്ലാണ്ട് നടക്കുക. നമ്മുടെ ഇവിടെ എക്സസൈസ് ചെരുപ്പില്ലാണ്ട് നടത്തിക്കും. പിന്നെ ഈ കപ്പിളിനെ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫോണൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്ന് വർത്താനം പറയുക, ഞങ്ങൾ വെറുതെ നടക്കുക. പിന്നെ ഇവർ രണ്ടാളും ചേർന്ന് എക്സസൈസ് ചെയ്യുക. അപ്പൊ ഈ പ്രകൃതിയിലേക്ക് നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് പോലും വിടും. ഇവിടുന്ന് അതിരമ്പള്ളിയിലേക്കും ചെറായിലേക്കും ഈ കപ്പിളിന് ട്രിപ്പ് വിടും. സൺഡേസ് ആണെങ്കിൽ അധികം കൗൺസിലിംഗ് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ പോയി അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മിണ്ടിയും പറഞ്ഞ് വാന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യണ കപ്പിളിന് പുറത്ത് ട്രിപ്പ് പിടിക്കും. കാരണം പ്രകൃതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ചെരുപ്പില്ലാതെ നടക്കുന്ന സ്ത്രീകൾക്ക് ഭയങ്കര നല്ലതാണ്. റിസർച്ച് സ്റ്റഡീസ് പ്രൂവ്, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് നല്ലതാണ്. ബട്ട് അത് ഡെയിലി ഹാഫ് ആൻ അവർ പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര ഡിഫറൻസ് ബ്രെയിനിൽ ഉണ്ടാവുമെന്ന് പ്രൂവണാണ്. അതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ നല്ല ബാക്ടീരിയ കിട്ടുന്നതായിരിക്കും മണ്ണിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ. ഇനി അടുത്ത പേഷ്യൻ്റ്, ഇതിനകത്ത് 35 വയസ്സ്, ഇവർ 12 വർഷം സീൻ ഇൻ മെനി ഹോസ്പിറ്റൽ, 12 years നോ ട്രീറ്റ്മെൻറ്റ് ഓഫർഡ്. അതായത് ഇവർ ബന്ധപ്പെടാൻ പറ്റാതായിട്ട് ഒത്തിരി വർഷമായി. ഇവർ പറയണത് ഇവർ 15 ആശുപത്രികളിലോ 20 ആശുപത്രിയിലോ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അവർ പറയണേ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ പറയണത് അവർ കളിയാക്കി വിടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ശരിയായിക്കോളും തന്നെ. അപ്പോൾ അവർ പറയണത് ഒരുപാട് സ്ഥലത്ത് പോയി. പിന്നെ അവർക്ക് സങ്കടം കാരണം അവർ പോവാണ്ടായി, നാണക്കേട്, അവരിങ്ങനെ ഒരുമാതിരി കളിയാക്കിച്ചിരിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഭയങ്കര കഷ്ടമാണെന്ന് തോന്നുന്നു. നമ്മൾ ഒന്ന് ഇവരുടെ അടുത്ത് ഭയങ്കര നോൺ ജഡ്ജ്മെൻ്റലി ഒരു എംപത്തറ്റിക് ആയിരിക്കണം. അവർ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലല്ലോ, ഇറ്റ് ഈസ് ആക്ച്വലി എ റിയൽ പ്രോബ്ലം. ഈ തിക്ക് ഹൈമൻ ഉണ്ടാവുന്ന പെയിന്, അതുകൊണ്ട് പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മസിൽസ് ടൈറ്റ് ആകുമ്പോൾ പെയിൻ, അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ടുള്ള പെയിൻ, അല്ലെങ്കിൽ ഇപ്പോൾ സെക്ഷൽ അബ്യൂസ്, ആ പെയിനൊക്കെ ആക്ച്വലി ഭയങ്കര റിയലാണ്. അതിനെ നമ്മൾ അക്നോളജ് ചെയ്യണം. ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ശരിക്കും അക്നോളജ് ചെയ്യാമെങ്കിലും വേണം. അപ്പോൾ അവർ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ മര്യാദയ്ക്ക് അവരെ ട്രീറ്റ് ചെയ്തു. പിന്നെ അവർക്ക് വൈഫിന് ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് അറ്റാക്സ്, ഗിൽറ്റ്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂ ഉണ്ടായി. കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ ഗിൽറ്റ്. ഹസ്ബൻഡിന് ഇൻസോംനിയ, ആങ്സൈറ്റി, ആൾക്ക് ഉറക്കമില്ല, ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്തു. ഉറക്കമില്ലാത്തതിൻ്റെ ഒരു കാരണം സെക്ഷുവലിൻ്റെ പ്രശ്നമായിരിക്കണം മേ ബി. കാരണം സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനും ഇൻറ്റിമസിയും ഒക്കെ ഇതിന് ഭയങ്കര ഉറക്കത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇവർക്ക് നമ്മൾ പ്രൊസീജിയർ ചെയ്തു, ഇവർക്ക് സൈക്കോതെറാപ്പി കൊടുത്തു. പിന്നെ നേരത്തെ പറഞ്ഞ ബ്രീതിങ്, മെഡിറ്റേഷൻ, ഈ സെൻസേറ്റ് ഫോക്കസ് തെറാപ്പി, സെക്സ് തെറാപ്പിയൊക്കെ ചെയ്തു. ഇവരുടെ ശരിയായി. ഇവർ വന്നപ്പോൾ അവർക്ക് 35 വയസ്സായി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവർ ആക്ച്വലി പ്രഗ്നൻ്റ് ആയി ഒരു പ്രാവശ്യം. പിന്നെ ഒരു മിസ്കാരേജ് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അവർ ഭയങ്കര ഹാപ്പി. അവർ പറയണ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്നാണ് പറയണേ. ഇതിൽ PCOS ഉണ്ടായിരുന്നില്ല? ഇതിന് PCOS ഉണ്ടായില്ല. പക്ഷെ നമുക്ക് വരുന്ന കപ്പിളിൽ, ഈ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുള്ള കപ്പിളിൽ എനിക്ക് തോന്നുന്നു മേ ബി 95% PCOS ഉണ്ട്. അപ്പോൾ PCOS ഒരു പ്രധാന എലമെൻ്റ് ആണ് ആക്ച്വലി. അത് മിക്കവരും ഡയഗ്നോസ്ഡ് അല്ല. കാരണം നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യാൻ പറ്റില്ല, വെജൈനൽ സ്കാൻ ഇവർക്ക് പെയിൻ ആയതുകൊണ്ട്. അപ്പം നമ്മൾ അനസ്തീഷ്യൽ ഈ ഹൈമനെക്ടമി, ഫെൻഡൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ അനസ്തീഷ്യയിൽ സ്കാൻ ചെയ്യും. അപ്പോൾ അവർക്ക് പെയിൻ ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് ഡയഗ്നോസിസ് കിട്ടണത്. അപ്പം മിക്കവർക്കും കിട്ടും. പ്ലസ് നമ്മൾ ഇവരുടെ ഹോർമോൺസ് എല്ലാവരുടെയും നോക്കും. അപ്പം മിക്കവർക്കും ഈസ്ട്രജൻ കുറവ്, LH FSH റേഷ്യോ ഓൾട്ടേർഡ്, ടെസ്റ്റോസ്ട്രോൺ കൂടുതൽ, അതൊക്കെ കിട്ടും.
അപ്പോൾ അവർക്ക് പലർക്കും സിംറ്റം തിരിച്ചറിയാത്തവർ, റെഗുലർലി പീരീഡ് വരുന്നവരുണ്ട്, PCOS ഉള്ള മെലിഞ്ഞ PCOS ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിത് ചെയ്യുമ്പോഴാണ് അത് തിരിച്ചറിയണത്. ഇത് 32 വയസ്സായൊരു പേഷ്യൻ്റാണ്. ഇവർ കല്യാണം കഴിഞ്ഞ് 8 വർഷമായി, ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഭർത്താവ് പുറത്താണ്, വർഷത്തിൽ ഒരു പ്രാവശ്യം 1 മാസമൊക്കെ വരുള്ളൂ. ഇവർ നമ്മൾ മറ്റേ ഹിസ്റ്ററി എടുത്തപ്പോൾ ഇവർക്ക് സെക്ഷൽ അബ്യൂസ് ആസ് എ ചൈൽഡ് ഉണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് കുറേ ഇവർക്ക് ഇതുണ്ട്, PCOS ഉണ്ട്. സെക്ഷൽ അബ്യൂസ് ഉണ്ടായ കാരണം നമ്മൾ കുറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ പ്രശ്നം ഇതെല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്തു. പക്ഷെ ഭർത്താവ് 1 മാസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു പോവാണല്ലോ. ഡയലറ്റേഷൻ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഹിപ്നോതെറാപ്പി, ഇൻറ്റിമസി തെറാപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ പ്രോബ്ലം പിന്നെയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഹസ്ബൻഡ് പിന്നെ 1 ഇയർ കഴിഞ്ഞ് വരും എന്നുള്ള ഒരു പോയി ഇത് ശരിയാക്കിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ ആക്ച്വലി ആളില്ലാത്ത സമയത്ത് ഡയലേറ്റേഴ്സും വൈബ്രേറ്റേഴ്സും യൂസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഇത് വെജൈന ലൂസായിട്ടിരിക്കണം. ആൾ തിരിച്ചു വരുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ കൊല്ലം ബോട്ടോക്സും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് കുറേ ബ്രീതിങ് ഉണ്ട്, നാഡി ശുദ്ധി പ്രാണായാമ, ബ്രീതിങ് സർക്കുലേഷൻ മെഡിറ്റേഷൻ, എന്തൊക്കെയാണ് പഠിപ്പിച്ചേക്കണേന്നറിയോ, ശവാസന, തായ്ചി റിലാക്സേഷൻ, പല സാധനങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് റിലാക്സ് ആക്കാനായിട്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ എന്ന് വെച്ചാൽ ചില പേഷ്യൻ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വൈബ്രേറ്ററും ഡയലേറ്ററും ഒക്കെ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ വാങ്ങിപ്പിക്കും. അപ്പോൾ അവർക്ക് വീട്ടിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അവർ രണ്ടാളും അതിന് ഓക്കെ ആണെങ്കിൽ ശരിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ബ്രേക്ക് എടുത്ത് ചായ കുടിച്ചാലോ? ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ വളരെയധികം നടക്കുന്ന കേസാണല്ലോ. അതായത് ഹസ്ബൻഡ് പുറത്ത് രാജ്യത്തായിരിക്കും, വൈഫ് ഇവിടെ ഇരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വജൈനസ്മസ് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സോൾവ് ചെയ്താലും വർക്കൗട്ട് ആവുക ഷോർട്ട് ടേമിലാണ്. പിന്നെ വീണ്ടും ആ ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാണ്, അത് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഞങ്ങൾ ജനറലി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് വരുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ചിവിടെ ഡയലറ്റേഷനും കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ നോക്കും. ആൾ വരുന്നതിന് 1 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് പ്രൊസീജിയർ ചെയ്ത് നമ്മളിതൊക്കെ കറക്റ്റ് ചെയ്യും. പിന്നെ ബോട്ടോക്സും കൂടെ ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 1 മന്തിൽ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഒരു 4-5 മാസമല്ലേ നിൽക്കുകയുള്ളൂ. എന്നാൽ ഇത് നേരത്തെ ചെയ്ത് അത് ഹീലായി കഴിയുമ്പോൾ നമ്മൾ ചില പേര് വന്ന് പോയി ചെയ്യും, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഡയലറ്റേഷനും കൗൺസിലിങ്ങും സെക്സ് തെറാപ്പിയും ഒക്കെ ചെയ്തു വെക്കും. എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ അവർ ഡയറക്റ്റ്ലി നമ്മൾ 2 ആൾക്കും കൂടെ മരുന്നൊക്കെ കൊടുത്ത്, പലപ്പോഴും നമ്മൾ ഇവർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഹോർമോൺസ് കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ മെഡിസിൻ കൊടുക്കണം. ഞാനൊരു കോക്ടെയിലൊക്കെ കൂടെ കൊടുത്ത് റെഡിയാക്കും, എങ്ങനെയെങ്കിലും എൻ്റെ കോഴ്സ് റെഡിയാക്കും. 1 പ്രാവശ്യം 2 പ്രാവശ്യം ശരിയാക്കുമ്പോൾ പിന്നെ ഇവർക്ക് ഒരു കുഴപ്പമില്ല പിന്നെ. പക്ഷേ ഇവർ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇതേപോലെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വല്ല വൈബ്രേറ്ററോ ഡയലേറ്ററോ ഒക്കെ അവരോട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ലൈക്ക് ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യാൻ എൻകറേജ് ചെയ്യും. പലരും ഇത് ശരിയായി കഴിയുമ്പോൾ ജോയിൻ ആവും. ഇത് 2 ആളും ഒരുമിച്ച് നിൽക്കാത്തതിൻ്റെ കാരണം എന്താ? ഇത് നടക്കാത്തതുകൊണ്ട് ഹസ്ബൻഡിന് താല്പര്യമില്ല ഭാര്യേനെ കൊണ്ടുപോകാനായിട്ട്. കാരണം വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് കുറേ പോൺ അഡിക്ഷൻ കുറേ പേരുടെ ഉണ്ട്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷനും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഹിസ്റ്ററിയിൽ. അപ്പം ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടാണ്ടാവുമ്പോൾ പിന്നെ അവർ അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ വേറെ ഇപ്പോൾ പുറത്തുള്ളവരിൽ അവർ വേറെ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നവരുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ റാൻഡമായിട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സോ, അല്ലെങ്കിൽ ഇപ്പോൾ മസാജ് സെൻറ്റേഴ്സിൽ പോകുന്നവരോ, അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ്, സെക്സ് ചാറ്റിങ്, അങ്ങനെയുള്ള പ്രവണത ഇവരിൽ ഒബ്വിയസ്ലി കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇത് വെച്ചാൽ ആളുണ്ട്, ഫോർപ്ലേ ഉണ്ട്, പക്ഷേ അവർക്ക് ആ ഇത് കിട്ടുന്നില്ല. പിന്നെ അവർ പുറത്തും കൂടെ പോകുമ്പോൾ അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 ആളും ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഒരു പരിധി വരെ ഇത് കഴിയുമ്പം അവർ ചൂസ് ചെയ്യുന്നുണ്ട് നിൽക്കാനായിട്ട്. പിന്നെ ഈ വജൈനസ്മസ് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസയർ ഇല്ലാത്തത്, ഓർഗാസം ഇല്ലാത്തത്, സെക്സ് കുറവുള്ള ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ഭർത്താക്കന്മാർ പലരും അവരുടെ മാരേജിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഐ മീൻ ഷോർട്ട് ടേം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 2-3 ഇയേഴ്സ് ഒക്കെ ഉള്ളവർ പലരും ഞങ്ങൾക്കത് വേണ്ട, അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് സത്യം പറഞ്ഞ ഒരു കുടുംബം
സേവ് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാം. കാരണം ഇപ്പൊ ഈ ഇതിനകത്ത് ആണും പെണ്ണും ഉണ്ടല്ലോ, അവര് റെഫർ ഉണ്ടാവുന്നത് ഒരു ഫീമെയിലിനോടായിരിക്കുമല്ലോ. മിക്കവരും, ചിലവര് മറ്റേതുണ്ട്. അപ്പൊ ഫീമെയിൽ എന്ന് പറയുന്നത് അവരും മിക്കവാറും മാരീഡ് ആയിരിക്കും, അവരും മിക്കവാറും ഒരു കുടുംബവും കുട്ടികളും അപ്പൊ ഇത് ഭയങ്കര പല പേഷ്യന്റും ഭയങ്കര മെസ്സിയാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. പക്ഷേ അൾട്ടിമേറ്റ്ലി അവരുടെ ഗിൽട്ടും ഫാമിലി കോംപ്ലിക്കേഷനും ഇത് കഴിയുമ്പോൾ മാറും. ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ സ്റ്റേബിൾ ഫാമിലി ഇഫ് പോസിബിൾ. അപ്പോൾ അത് പറ്റാത്തപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ബ്രേക്ക് എടുക്കാം.